എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയാങ്ങിനെയും യുവാനെയുമാണ്. ജിയാങ് ആകട്ടെ ആ ലിഫ്റ്റിലെ ഇൻസിഡന്റിൽ ആകെ പേടിച്ചു പോയിരുന്നു. അവൾ ഇപ്പോഴും അത്ര ഓക്കെ ആയിട്ടില്ല. യുവാൻ അവളുടെ അടുത്തിരുന്ന് നന്നായി സമാധാനിപ്പിക്കുമ്പോൾ അവൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നൊക്കെ ഉണ്ട്. ഇതിന്റെ ഇടയിൽ ജിന്നാണ് ജിയാങ്ങിനെ ഉപദ്രവിക്കാനായി അങ്ങനെ കംപ്ലൈന്റ് ഉള്ള ലിഫ്റ്റിന്റെ അവിടെ ആ ഒരു ബോർഡ് മാറ്റി വെച്ചതെന്ന കാര്യം പറയുന്ന യുവാൻ നാളെ ഓഫീസിൽ നിന്ന് ജിന്നിനെ പുറത്താക്കാനുള്ള നടപടി താൻ സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ വേണ്ട, അത് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാന്ന് ജിയാങ് പറയുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം ഓഫീസിൽ വെച്ച് ജിന്നിനെതിരെ നടപടി എടുക്കുമെന്ന് ഷവോയും പറയുന്നു. കാരണം ജിൻ ആ ബോർഡ് മാറ്റിവെച്ചതിന്റെ CCTV ഫുട്ടേജ് ഒക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ജിന്നാകട്ടെ ആ ഒരു മീറ്റിംഗില് ജിയാങ് പങ്കെടുക്കരുത് എന്ന ഒരു ഉദ്ദേശം മാത്രമേ അവൾക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഒന്ന് ഡിലേ ആക്കണം എന്ന രീതിക്കാണ് അങ്ങനെ ചെയ്തത്. പക്ഷെ അത് ഇത്രയും വലിയ പ്രശ്നമായി മാറുമെന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് ഭയങ്കരമായി പേടിയാവുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവർ പോലീസിൽ ഏൽപ്പിക്കും എന്നൊക്കെ പറയുകയും കൂടി ചെയ്യുമ്പോൾ ആകെ പേടിക്കുന്ന അവൾ അയ്യോ എന്നെ പോലീസിനെ ഏൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തന്റെ ഭാഗത്ത് നിന്ന് അറിയാതെ സംഭവിച്ച ഈ തെറ്റ് ഒന്ന് ക്ഷമിച്ചു തരണം, ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് കരഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ജിയാങ് ആകട്ടെ ഞാൻ എന്തായാലും കംപ്ലൈന്റ് ചെയ്യാൻ പോകുന്നില്ല, കംപ്ലൈന്റ് ചെയ്ത് നിന്റെ ഇവിടുത്തെ ജോലി കളഞ്ഞിട്ടോ നിന്നെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ടോ എനിക്കൊന്നും തന്നെ നേടിയെടുക്കാനായി ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നുമില്ല, എനിക്ക് വേറെ പണിയുണ്ടെന്നല്ല ജിയാങ് പറയുമ്പോഴേക്കും സിന്നിന് സമാധാനമാവുന്നുണ്ട്. അവൾക്ക് ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് സത്യത്തിൽ അപ്പോഴാണ് ബോധ്യപ്പെടുന്നത്. കാരണം ഇത്രയും വലിയൊരു ദ്രോഹം താൻ ജിയാങ്ങിനോട് ചെയ്തിട്ട് പോലും ജിയാങ്ങിന് ആ രീതിയിൽ തന്നോട് പെരുമാറാൻ കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ താൻ എത്രത്തോളം ചെറുതായി പോയി ജിയാങ്ങിന്റെ മനസ്സിന്റെ മുന്നിൽ എന്നത് അവൾ തിരിച്ചറിയുന്നുണ്ട്. അവൾക്ക് ഭയങ്കര സങ്കടമായി. അവളവിടെ ജിയാങ്ങിനോട് ഭയങ്കരമായി മാപ്പ് പറഞ്ഞ് കരയുന്നു. ഇവിടെ അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഓഫീസിലേക്ക് അല്പം കഴിഞ്ഞ് ഒരു സ്ക്വാഡ് എത്തുന്നുണ്ട്. അവർ യുവാനെ ചോദ്യം ചെയ്യാനായി ആവശ്യപ്പെടുന്നു. കാര്യം തിരക്കുമ്പോൾ ആന്റി കറപ്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വരുന്നതെന്നും യുവാൻ കൈക്കൂലി വാങ്ങിയെന്ന ഒരു ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്നാണ് വന്നതെന്നും പറയുമ്പോൾ യുവാൻ ഉൾപ്പെടെ അവിടെ കേട്ടു നിന്ന് എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവം എന്ന് അറിയില്ല. യുവാൻ അവർ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ എന്തായാലും ജിയാങ്ങിന് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ഇതെന്താ യുവാനെതിരെ ആര് ഈ കള്ളക്കേസ് ഇപ്പൊ കൊടുത്തിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ജിയാങ് ടെൻഷൻ ആവുമ്പോഴേക്കും എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. എന്തായാലും യുവാൻ ഹാൻഡിൽ ചെയ്യും, യുവാൻ ഒരു തെറ്റ് ചെയ്യില്ലല്ലോ എന്ന് അസിസ്റ്റന്റ് ജിയാങ്ങിനെ സമാധാനിപ്പിക്കണം. അങ്ങനെ ഒഫീഷ്യൽസിന്റെ മുന്നിൽ വെച്ച് വിചാരണ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. വിചാരണ എന്ന് പറഞ്ഞാൽ കോടതി വിചാരണ അല്ല, മറിച്ച് ഒരു ക്വസ്റ്റനിങ് നടക്കുന്നു. ആ ഒരു ടീം യുവാനെതിരെ കേസ് കൊടുത്തിരിക്കുന്ന ആളിനെ കണ്ട് ആകെ ഞെട്ടിപ്പോവാണ്. യുവാൻ അവന്റെ ഒരു ഫ്രണ്ടിനെ സഹായിച്ചിരുന്നല്ലോ, അയാളാണ് യുവാനെതിരെ ഇപ്പോ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അയാളുടെ ബിസിനസ് കാര്യങ്ങളിൽ യുവാൻ സഹായിച്ചത് അന്ന് അവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തായിരുന്നു. പക്ഷെ ഇപ്പോ യുവാൻ തന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സഹായിച്ചു എന്ന രീതിക്ക് അയാൾ കംപ്ലൈന്റ് ചെയ്തിരിക്കുമ്പോൾ എന്തിന് തന്നോട് ഇത്രയും വലിയൊരു ചതി ഈ സുഹൃത്ത് ചെയ്യുന്നു എന്നത് യുവാനിന് പോലും പിടുത്തം കിട്ടുന്നില്ല. കാരണം യുവാൻ പ്യോർ ഫ്രണ്ട്ഷിപ്പ് എന്ന രീതിക്കാണ് ആ ഒരു സുഹൃത്തിനെ സഹായിച്ചത്, അല്ലാതെ വേറൊരു ഉദ്ദേശവും അവനുണ്ടായിരുന്നില്ല, അവനൊന്നും വാങ്ങിയിട്ടുമില്ല. ഇതേ ടീം അവിടെ ലിൻ ഇപ്പൊ ചാർജ് എടുക്കുന്നതിന് മുന്നേ ആ സ്ഥാനത്തിരുന്ന യുവാന്റെ ബോസ് ആട്ടെ യുവാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. യുവാൻ അങ്ങനെ കൈക്കൂലി ആരുടെയും കയ്യിൽ നിന്ന് വാങ്ങുന്ന ഒരാളെ അല്ല എന്ന്. പക്ഷെ ലിൻ ആട്ടെ യുവാനെ ഈ ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കണം എന്ന ഒരു ഒറ്റ കാരണം കൊണ്ട് യുവാനെതിരെ തന്നെ അവിടെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും കമ്പനിയിൽ നിന്ന് ഇപ്പൊ മാറി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് യുവാൻ വന്നു വിടുന്നുണ്ട്. തുടർന്ന് യുവാൻ അവിടെ എല്ലാവരുടെയും മുന്നിൽ പോകുന്നതിന് മുന്നേ ചില കാര്യങ്ങൾ പറയാണ്. ഒരു മേലധികാരി എന്ന രീതിക്ക് ഇത്രയും നാൾ അവരുടെ കൂടെ നിന്ന് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ഒരു ഗുഡ് ബൈ, എല്ലാവർക്കും അവരവരുടെ ജോലി നന്നായി ചെയ്യാൻ സാധിക്കട്ടെ എന്നും തന്റെ എന്തെങ്കിലും ഡോക്യുമെന്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ അസിസ്റ്റന്റിനെ കാര്യങ്ങൾ ഏൽപ്പിച്ചേക്കാം, എല്ലാം അസിസ്റ്റന്റ് ചെയ്തോളും, താൻ ഇനി ഇവിടെ ഉണ്ടാവില്ല എന്നും പറഞ്ഞു യുവാൻ അവിടെ നിന്ന് പോകുമ്പോൾ ഇവരൊക്കെ ഷോക്ക് ആവുന്നുണ്ട്. ഒരിക്കലും യുവാനിന് ഇങ്ങനെ പോകാൻ മാത്രം പ്രശ്നം അത്രയും സീരിയസ് ആയിരുന്നത് യുവാൻ ഇങ്ങനെ വന്ന് പറയും വരെ അറിഞ്ഞിരുന്നില്ല. കാരണം ഹയർ അതോറിറ്റീസ് ആയിരുന്നു അകത്ത് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നത്. ഈ ചെറിയ സ്റ്റാഫ്സ് ഒക്കെ പുറത്തായിരുന്നല്ലോ. അകത്തൊരു ചോദ്യം ചെയ്യൽ നടക്കുന്നു എന്ന രീതിക്ക് അവർ കരുതിയുള്ളൂ. എന്തായാലും അവരാകെ ഷോക്ക് ആവുന്നുണ്ട്. ജിയാങ്ങിനോട് പോലും പ്രത്യേകിച്ചൊന്നും പറയാതെ ജിയാങ് ഇതൊക്കെ കേട്ട് ഞെട്ടി നിൽക്കുന്നത് കണ്ടിട്ടൊന്ന് ആശ്വസിപ്പിക്കാൻ നിൽക്കാതെ യുവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. തുടർന്ന് കുറെ നേരം ജിയാങ് വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ നോക്കുന്നുണ്ടെങ്കിലും ആദ്യം അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്ന യുവാൻ പിന്നീട് ജിയാങ് വിളിക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താ എന്നോടൊന്നും പറയാതെ ഇങ്ങനെ പോകുന്നത്, എനിക്ക് ആരെയും വിശ്വാസക്കുറവൊന്നുമില്ല, യുവാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, ഞാനും വരുന്നു, ഈ കമ്പനിയിൽ ഇനി ഞാനില്ല, യുവാൻ ഇല്ലാത്ത ഇവിടെ ഞാൻ നിൽക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോൾ നീ എന്നെ കാണാനായി ഒരു സ്ഥലത്തേക്ക് വരാനായി യുവാൻ അവളെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അവിടേക്ക് ജിയാങ് ചെല്ലുമ്പോഴേക്കും അടുത്തേക്ക് ചെല്ലാൻ ഒരുങ്ങുന്ന അവളെ അടുത്തേക്ക് വരണ്ട, അവിടെ നിന്നാ മതി, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നീ എന്റെ അടുത്തേക്ക് വന്നാൽ അതെനിക്ക് പറയാൻ കഴിയില്ല എന്ന് അവൻ പറയുന്നുണ്ട്. പിന്നെ എന്ത് പറയുന്നതെന്ന് മനസ്സിലാവാതെ അവൾ നിൽക്കുമ്പോഴേക്കും ഇപ്പൊ തനിക്കെതിരെ വന്ന കംപ്ലൈന്റ് സത്യമാണെന്നും താൻ ആ കൈക്കൂലി വാങ്ങിച്ചെന്നും അവൻ കുറ്റം ഏറ്റെടുത്തുകൊണ്ട് പറയാണ്. ഇത് കേൾക്കുന്നവൾ യുവാൻ അങ്ങനൊന്നും ചെയ്യില്ല, വെറുതെ കള്ളം പറയണ്ടെന്നൊക്കെ അവനോട് തിരിച്ചു പറയുന്നുണ്ടായിരുന്നു. ഞാനിന്ന് വൈകിട്ട് ഇവിടെ നിന്ന് പോവാണ്, അതിനു മുന്നേ നിന്നോട് ഇത് പറയണമെന്ന് തോന്നി, ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായി എനിക്ക് താല്പര്യമില്ല, നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാം, ഞാൻ നിന്നെ ആത്മാർത്ഥമായി ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ അവൻ പറയുമ്പോഴേക്കും അവൾ ഇതൊക്കെ സത്യമാണോ എന്റെ മുഖത്ത് നോക്കി പറയാന്ന് പറഞ്ഞ് അടുത്തേക്ക് ചെല്ലുമ്പോഴേക്കും സത്യമാണെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പതർച്ചയില്ലാതെ തന്നെ അവൻ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും പിരിയല്ല, അതിനു മുന്നേ ഒരു കിസ് അതെനിക്ക് വേണമെന്ന് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് അവൻ വരുമ്പോഴേക്കും അവൾ അവന്റെ കർണക്കുറ്റി അടിച്ചു പൊട്ടിച്ച് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കാണ്. ഭയങ്കരമായി അവൾ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാ ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇതിലൊക്കെ വല്ല സത്യം ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് ഭയങ്കരമായി സങ്കടം വന്ന് അവൾ കരയാണ് മാറി നിന്ന്. ഈ ടീം 10 വർഷങ്ങൾക്ക് ശേഷം ഇവരിവിടെ കണ്ടുമുട്ടിയതും അതിനുശേഷം ഇവിടെ നടന്ന ഓരോ കാര്യങ്ങളും ആലോചിച്ച് അവൾ ഭയങ്കര ഇമോഷണലായി അങ്ങനെ കരയുന്ന ടീം അവളെ കരയിക്കാതെ കൂടെ എന്നും കാണുമെന്ന് വാക്കുകൊടുത്ത് അവൻ
അവൻ ഇപ്പോൾ അവളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. അങ്ങനെ ഭയങ്കരമായി കരഞ്ഞവൾ അവിടെ അലർജി വന്ന് തല കറങ്ങി വീഴുന്ന ടീം പിറകെ തന്നെ ഉണ്ടായിരുന്നു യുവാൻ. അവൻ അവളെ വീഴാതെ താങ്ങി പിടിക്കുന്നു. താൻ ഇതൊക്കെ പറയുമ്പോൾ അവൾക്ക് ഭയങ്കരമായി സങ്കടം ആകുമെന്നും അവൾ അതുമൂലം കരയുമെന്നും അവന് നന്നായി ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് അപകടം സംഭവിക്കാതിരിക്കാനായി അവൻ ഫോളോ ചെയ്ത് വന്നതാണ്. ഇതേ ടീം തന്നെ ആരോ വീഴാതെ താങ്ങി പിടിച്ചു എന്നത് മാത്രം അവ്യക്തമായി ജിയാങ്ങിന് അറിയാം. പക്ഷെ ആരെ എന്താണെന്ന് അവൾക്ക് ഒരു പിടുത്തമില്ല. എന്തായാലും യുവാൻ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ബോധം വരുമ്പോഴേക്കും സൂലിയാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. സൂലി എന്ത് പറ്റിയെന്നെല്ലാം തിരക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയുന്ന ജിയാങ്ങിന് ഇപ്പോൾ യുവാനാണ് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് എന്ന് വ്യക്തമാവുന്നുണ്ട്. എന്തായാലും എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഞാൻ വേഗം തന്നെ ഓഫീസിലേക്ക് പോകണം, ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ട് വേഗം ഓഫീസിലേക്ക് പോകുന്നു. കാരണം അലർജിയുടെ ആ ഒരു ചെറിയ റാഷസ് ഒക്കെ ഉണ്ടല്ലോ. ഓഫീസിൽ എത്തുമ്പോഴേക്കും യുവാനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ലിൻ അവിടെ മറ്റൊരാളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന വാർത്ത ജിയാങ് കേൾക്കുന്നുണ്ടെങ്കിലും ആളെ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നുണ്ട്. മറ്റാരുമല്ല, അത് ഡൂലയാണ്. ഡൂലെ അങ്ങനെ ലിന്നിന്റെ കൂടെ കൂടി ഇപ്പോൾ MH യുവാന്റെ സ്ഥാനത്ത് കയറി പറ്റിയിരിക്കുന്നു. ജിയാങ്ങിന് അത് ഭയങ്കര ഷോക്കായിരുന്നു. കാര്യങ്ങളൊന്ന് അനലൈസ് ചെയ്യുമ്പോഴേക്കും ഡൂലെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്ന ലിന്നും ഒക്കെ കൂടി ചേർന്നാണ് യുവാനെ തന്ത്രപരമായി പുറത്താക്കിയത് എന്നൊന്നും മനസ്സിലാക്കാനേ വലിയ തെളിവുകളൊന്നും ഇപ്പോൾ ജിയാങ്ങിന്റെ കയ്യിലില്ലെങ്കിലും അവൾക്കത് വ്യക്തമാവുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഡൂലയുടെ അടുത്ത് എന്ന് ജിയാങ് സംസാരിക്കുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്നോടൊന്നും പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് ജിയാങ് ചോദിക്കുമ്പോൾ അത് പിന്നെ ഒരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയല്ലോ എന്ന് പറഞ്ഞ് ജിയാങ്ങിനെ ഡൂലെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവൾ കൂടെ പോകുന്നുണ്ട്. തുടർന്ന് അവർ ഫുഡ് കഴിക്കാനായി പോയിരിക്കുന്ന ആ ഒരു ടീം യുവാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, യുവാനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നെല്ലാം ജിയാങ് പറയുമ്പോൾ യുവാനെതിരെ തെളിവുകളുണ്ട്, പിന്നെന്താ ജിയാങ് എപ്പോഴും യുവാനെ വിശ്വസിക്കുന്നതെന്ന് ഡൂലെ ചോദിക്കുന്നുണ്ട്. എന്തായാലും ആരാണ് യുവാനെ കുടിക്കിയതെന്ന് ഞാൻ അന്വേഷിക്കും, ആ സത്യം ഞാൻ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും. ആ കൂട്ടത്തിൽ ഡൂലയുടെ പേരുണ്ടെങ്കിൽ താൻ ഒരിക്കലും ഡൂലയോട് ക്ഷമിക്കില്ല എന്ന് ജിയാങ് പറയുമ്പോൾ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കണം, അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് ഡൂലെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ജിയാങ് അവിടെ നിന്ന് പോയ ശേഷം ഡൂലെ അവിടെ അത്രയും നേരം തങ്ങളെ വാച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ നോക്കുന്നത് നമുക്ക് കാണാം. അയാൾ ആക്ച്വലി ലിന്നിന്റെ സ്റ്റാഫാണ്. ഡൂലെ ലിന്നിന്റെ കൂടെ ഇപ്പൊ കൂടിയെങ്കിലും ലിൻ കംപ്ലീറ്റ് ആയും ഡൂലയെ വിശ്വസിച്ചിട്ടില്ല. ഡൂലെ തന്റെ കൂടെ നിന്ന് ചതിച്ചാലോ എന്ന പേടി ലിന്നിനുണ്ട്. അതുകൊണ്ട് തന്നെ ഡൂലെ ഒന്ന് വാച്ച് ചെയ്യാനായി ആളെ കൂടെ വിട്ടിരിക്കുന്നതാണ്. അത് ഡൂലയ്ക്കും അറിയാം. എന്തായാലും ഇതിനൊക്കെ ശേഷം ഡൂലെ ഇപ്പൊ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് യുവാൻ എത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ജിയാങ്ങിനോട് അവളെ ബ്രേക്കപ്പ് ചെയ്യുകയാണ്, വിദേശത്തേക്ക് കടക്കുകയാണ് എന്നൊക്കെ യുവാൻ പറഞ്ഞെങ്കിലും അവൻ പോയിട്ടില്ല. അതൊക്കെ വെറുതെ പറഞ്ഞതാണ്, എന്തോ ഒരു ഉദ്ദേശം അതിനൊക്കെ പിന്നിലുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവരെന്താണ് അവിടെ സംസാരിക്കുന്നതെന്ന് ഇപ്പൊ അറിയില്ല. എന്തായാലും അപ്പോഴേക്കും ലിന്നാകട്ടെ ലിൻഡയെ കണ്ട് സംസാരിക്കുകയാണ്. ഇന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഫോണിൽ കൂടി പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ലിൻഡ ചോദിച്ചെങ്കിലും അത് പറ്റില്ല, നേരിട്ട് മാത്രം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞാണ് ലിൻ അവരെ കാണാനായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പോ ഡൂലെ തന്റെ കൂടെ MH ജോയിൻ ചെയ്തു എന്ന കാര്യം ലിൻഡയെ അറിയിക്കുമ്പോൾ ലിൻഡ ഷോക്ക് വന്നു. കാരണം അവളത് അറിഞ്ഞിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതെന്താ അങ്ങനെ ഒരു കാര്യം ഇതിന്റെ ഇടയിൽ നടന്നതെന്ന് ലിൻഡ തിരക്കുന്നുണ്ട്. ആ ടീം താനുമായി ഡൂലെ ഒരു ഡീല് വെച്ചിട്ടുണ്ടെന്നും യുവാനെതിരെ അവർ ഒന്നിച്ചു നിന്ന് വർക്ക് ചെയ്യുക എന്നതാണ് ഡൂലയുടെ ആവശ്യമെന്നും പറയുന്ന ലിൻ താൻ പക്ഷേ ഡൂലയെ കംപ്ലീറ്റ് ആയിട്ടും വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു കണ്ണ് അവന്റെ മുകളിലുണ്ട്. അവൻ എങ്ങാനും എനിക്കെതിരെ വല്ല പണിയും കൊണ്ടുവരാൻ നോക്കിയാല് ഞാൻ ജീവനോടെ വെച്ചേക്കില്ല. അറിയാലോ, അവരിപ്പോ കുത്തിപ്പൊക്കാൻ നോക്കുന്ന കാര്യം നമ്മൾ ഏറ്റവും അധികം മറച്ചു വെക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും കരുതുന്ന കണക്കല്ല അന്ന് യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്ന് നിനക്കും എനിക്കും നന്നായി അറിയാവുന്നതല്ലേ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും പുറത്തു വന്നാൽ നമ്മൾ രണ്ടുപേരും കുടുങ്ങുന്നല്ല ലിൻ പറയുമ്പോൾ അത് കേൾക്കുന്ന ലിൻഡയ്ക്ക് ഭയങ്കര പേടിയാവുന്നുണ്ട്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടന്നിരുന്നത് എന്ന് നമ്മൾ കാണുന്നത്. ആക്ച്വലി കമ്പനി ഇവർ കൈക്കലാക്കിയതൊക്കെ നമുക്കറിയാലോ, അതൊക്കെ സത്യമാണ്. അതിനുശേഷം ആ കാര്യങ്ങളിൽ നെഞ്ചുപൊട്ടി ജിയാങ്ങിന്റെ അച്ഛൻ മരിച്ചു എന്നാണ് നമ്മൾ കരുതിയത്. അതില് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ജിയാങ്ങിന്റെ അച്ഛൻ ഈ ഒരു കാര്യങ്ങളുടെ പുറത്ത് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നത് സത്യമാണ്. അദ്ദേഹം ഭയങ്കര സ്ട്രെസ്ഡ് ആയപ്പോ. പക്ഷെ ഇവരുടെ മുന്നിൽ വെച്ച് ഈ ഒരു കമ്പനിയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചത്. ഈ ടീം അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി ഇവർ വിചാരിച്ചാൽ കഴിയുമായിരുന്നു. പക്ഷെ ലിൻ നെഞ്ചുവേദന എടുത്ത് പെടയുന്ന അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായി തയ്യാറായില്ല. ലിൻഡ അതിന് ശ്രമിച്ചെങ്കിലും അവളെയും തടയുകയായിരുന്നു. അയാൾ ഇവിടെ കിടന്ന് പെടഞ്ഞ് ചാവട്ടെ എന്ന് പറഞ്ഞ് കൺമുന്നിൽ കിടന്ന് ഒരു മനുഷ്യൻ നെഞ്ചുവേദന എടുത്ത് പെടഞ്ഞ് മരിക്കുന്ന കണ്ടിട്ടും ഒരു കൈ സഹായം കൊടുക്കാനോ, സാധാരണ ഈ ഒരു സമയത്ത് കഴിക്കുന്ന ലൈഫ് സേവിംഗ് മെഡിക്കേഷൻ ഉണ്ട്, അത് എടുക്കാൻ പോലും അദ്ദേഹത്തെ സമ്മതിച്ചില്ല. ആ മരുന്ന് പോലും ലിൻ എടുത്ത് മാറ്റുകയായിരുന്നു. അങ്ങനെ ഇവരുടെ മുന്നിൽ കിടന്ന് പെട്ടെന്നാണ് ആള് മരിച്ചത്. എന്തായാലും ഡൂലെ എന്തുദ്ദേശാണ് ഇപ്പോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നീ അവനൊന്ന് താക്കീത് ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ കാര്യങ്ങൾ വളരെ വഷളായി പോകുന്നല്ല ലിൻ പേടിപ്പിക്കുമ്പോൾ ആകെ പേടിയാവുന്ന ലിൻഡ വേഗം ഡൂലയെ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ ഡൂലെ ആകട്ടെ ആ ടീം യുവാന്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അവളുടെ ഫോൺ കോളെ അറ്റൻഡ് ചെയ്തില്ല. അങ്ങനെ വീണ്ടും നമ്മൾ ഡൂലയും ലിന്നിനെയും കാണുന്നു. ഈ സമയത്താണ് നമ്മൾ ഇത്രയും നേരം കണ്ടതെല്ലാം ഇവരുടെ സത്യം പുറത്തു കൊണ്ടുവരാനും തെറ്റ് ചെയ്തവരെ പിടികൂടാനുമുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായി നടന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാവുന്നത്. ജിയാങ് എന്ന ആ ഒരു ലിഫ്റ്റില് അപകടത്തിൽ പെട്ടിരുന്നില്ലേ, ആക്ച്വലി അതിനുശേഷം ഇങ്ങോട്ട് നടന്നതെല്ലാം ഇവരുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. അതായത് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ ഒന്നിച്ചുള്ളത് കൊണ്ട് ഡൂലെ കലിയിളകി ലിനിന്റെ അടുത്തേക്ക് പോയതും ഒരു ഡീല് സംസാരിക്കുന്നതും ശേഷം യുവാനെതിരെ കേസ് കൊടുത്ത് യുവാനെ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നതും എല്ലാം തന്നെ ഇവരുടെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് ലിൻ
ലിന്നിനെതിരെ ഒരേ ദിശയിൽ മുന്നോട്ട് പോയാൽ അത് അത്ര എഫക്റ്റീവ് ആകില്ലെന്നും ഇവരിൽ ഒരാൾ ലിന്നിന്റെ വിശ്വസ്തത പിടിച്ചുപറ്റി ലിന്നിന്റെ കൂടെ നിന്ന് വേണ്ട തെളിവുകൾ ശേഖരിക്കുക അതാണ് ചെയ്യേണ്ടതെന്നും അവർ തീരുമാനിച്ചിരുന്നു. പക്ഷെ യുവാൻ എന്തായാലും ലിന്നിന്റെ കൂടെ നിന്ന് അത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഡൂലെ ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു. കാരണം ഡൂലെയാണ് ലിന്നും ലിന്റെയുമാണ് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആയതുകൊണ്ട് രണ്ടുപേരിലേക്കും ഈസിയായി എത്തിപ്പെടാൻ സാധിക്കുന്നത് യുവാനെക്കാളും. അതുകൊണ്ട് തന്നെ ഡൂലെ അത് ഏറ്റെടുത്തു. അങ്ങനെ ഡൂലെ ലിന്നിന്റെ കൂടെ ഡീല് വഴി സൗഹൃദം സ്ഥാപിക്കുകയും ഇതേ ടീം യുവാൻ അവന്റെ സുഹൃത്ത് വഴി സുഹൃത്തിനെ കൺവിൻസ് ചെയ്ത് ഒരു കള്ളക്കേസ് തനിക്കെതിരെ അവിടെ കൊടുക്കാൻ പറയുകയും അതുവഴി യുവാൻ കമ്പനിയിൽ നിന്ന് ഔട്ടായി ഡൂലേക്ക് അവിടെ കയറി പറ്റാൻ സാധിക്കുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ യുവാനെ കാണുന്ന ഡൂലെ ജിയാങ് തന്നെ വന്ന് കണ്ട് സത്യങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ടാണ് പോയതെന്ന കാര്യം അറിയിക്കുമ്പോൾ ജിയാങ് തനിക്കെതിരെ കേസ് കൊടുത്ത ആ ഫ്രണ്ടിനെ കാണാൻ പോകാനേ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന യുവാൻ വേഗം തന്നെ അയാളെ ഫോൺ ചെയ്യുന്നുണ്ട്. അയാളാകട്ടെ ഓഫീസിൽ കൂളായിരുന്ന് വീഡിയോ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇങ്ങനെ ഒരാൾ നിന്നെ വന്ന് കണ്ട് കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കും. അപ്പോ ശ്രദ്ധിച്ച് മാത്രം ഉത്തരം പറയണമെന്നൊക്കെ യുവാൻ പറഞ്ഞപ്പോ ഞാൻ വളരെ കൂളായി തന്നെ അത് ഹാൻഡിൽ ചെയ്തോളാം. എന്റെ ഇന്നത്തെ അഭിനയം നീ കണ്ടതല്ലേ എന്നല്ല ഓഫീസിൽ യുവാനെതിരെ നടത്തിയ പ്രകടനത്തെ പറ്റിയെല്ലാം ഫ്രണ്ട് വളരെ കോൺഫിഡന്റ് ആയി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ആ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ ജിയാങ് അയാളെ കാണാനായി യുവാൻ പ്രതീക്ഷ കണക്ക് തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ അയാൾ ഗെയിം കളിക്കുന്നത് കണ്ട് ജിയാങ്ങും ഞാനും ഗെയിം കളിക്കാൻ കൂടാന്നും പറഞ്ഞ് ഒന്നിച്ച് നിന്ന് ഭയങ്കര ഫ്രണ്ട്ലി ആയ രീതിക്ക് ഗെയിം കളിച്ച് ആരും കാഷ്വലായി സംസാരിച്ച് പിന്നീട് യുവാന്റെ ടോപ്പിക് എടുത്തിടുന്നുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് തന്നെ ചതിച്ചപ്പോ ഒരുപാട് സങ്കടമായി കാണുമല്ലേന്ന് ജിയാങ് ചോദിക്കുമ്പോൾ അവൻ എന്നെ ചതിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞ് ഇയാൾ പെട്ടെന്ന് അറിയാതെ പറയുകയും പിന്നീട് തെറ്റ് മനസ്സിലാക്കി ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴേ എന്തോ പന്തികേടുണ്ട്, എന്തോ പ്ലാനിങ് നടക്കുന്നുണ്ട്, തന്നോടത് പറയാത്തതാണെന്ന് തിരിച്ചറിയുന്ന ജിയാങ് യുവാന്റെ ലൊക്കേഷൻ എങ്ങനെയും മനസ്സിലാക്കണം, അവനെ ഒന്ന് പോയി കാണണമെന്നൊക്കെ പ്ലാൻ ചെയ്ത് വേഗം ചുവാനെ കാണാനായി തീരുമാനിക്കുന്നു. ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായി അതിനെ സൂലിയെ കൂടെ വിളിക്കുമ്പോൾ സൂലിക്ക് ആദ്യം ഒരു മടിയുണ്ട്. കാരണം അവൾ അന്ന് ആ ഒരു ന്യൂ ഇയറിന്റെ സമയത്ത് പ്രപ്പോസ് ചെയ്തപ്പോൾ ചുവാൻ റിജക്ട് ചെയ്ത ശേഷം പിന്നീട് അവനെ കണ്ടിട്ടില്ല. എന്നാലും ജിയാങ് വിളിക്കുമ്പോൾ അവളുടെ ആവശ്യത്തിന് ചുവാന്റെ അടുത്തേക്ക് പോകാനായി സൂലി തയ്യാറാവുന്നു. സൂലിയും ജിയാങ്ങും അങ്ങനെ എത്തുമ്പോൾ സൂലിയെ കാണുന്ന ചുവാൻ വളരെ ഹാപ്പി ആവുന്നുണ്ട്. അവൻ ആ ന്യൂ ഇയറിന്റെ സമയത്ത് അങ്ങനെ പറഞ്ഞതിന് ശേഷം അവൾ അവന്റെ മുന്നിൽ ചെന്നിട്ടില്ല ഒരു ഗുഡ് ബൈ ഒക്കെ എഴുതി വെച്ച് പോയിരുന്നല്ലോ. പിന്നീട് ഇപ്പോഴാണ് കാണുന്നത്. ചുവാൻ അവളെ കണ്ട് വളരെ ഹാപ്പി ആവുന്നുണ്ട്. എന്തായാലും ജിയാങ് ആയിട്ട് യുവാന്റെ ലൊക്കേഷൻ ഒന്ന് ട്രേസ് ചെയ്ത് തരാനായി ചുവാനോട് പറയുന്ന ടീം ഓൾറെഡി തന്റെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായി സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന യുവാൻ ചുവാനോട് ജിയാങ് അത്തരത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് നിന്നോട് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കരുത്, എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തേക്കണമെന്ന് മുന്നേ പറഞ്ഞിരുന്നു. അവൻ അതുകൊണ്ട് തന്നെ അങ്ങും ഇങ്ങും തൊടാതൊക്കെ ഉത്തരം കൊടുക്കുമ്പോൾ ഇവനും യുവാന്റെ കൂടെ ചേർന്ന് തന്നെ പറ്റിക്കാണെന്ന് മനസ്സിലാക്കുന്ന ജിയാങ് കൂടുതലൊന്നും പറയാതെ പോകാനെ ഒരുങ്ങുമ്പോൾ സൂലിയും കൂടെ പോകുന്നുണ്ട്. പക്ഷെ പോവല്ലേന്ന് പറഞ്ഞ് ഒന്ന് സംസാരിക്കാനായി ചുവാൻ വിളിക്കുമ്പോൾ ശരി പോയി സംസാരിച്ചിട്ട് വാന്ന് പറഞ്ഞ ജിയാങ് സൂലിയെ പറഞ്ഞു വിടുന്നു. അങ്ങനെ സൂലി ചുവാന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും അവൻ എന്തെങ്കിലും പറയും മുന്നേ അവൾ ഇവാൻ എവിടെയുള്ളത് സത്യം പറ എന്നാലേ ഞാൻ മിണ്ടൂന്ന് പറയുമ്പോൾ ചുവാൻ പറയുന്നത് ഇവാൻ എവിടെയുള്ളതെന്ന് കറക്റ്റായി ചോദിച്ചാൽ നാട്ടിലുണ്ടെന്ന് അറിയാം, അല്ലാതെ ജിയാങ് പറയുന്ന കണക്ക് ഫോറിനിലൊന്നും പോയിട്ടില്ല. പിന്നെ അവൻ പറഞ്ഞിട്ട് തന്നെയാ ഞാനിപ്പോ അങ്ങനെ കള്ളം പറഞ്ഞത് എന്നിങ്ങനെ അവിടെ ചുവാനെ തുറന്ന് പറയേണ്ടി വരുന്നുണ്ട്. അത് ജിയാങ് കേൾക്കുന്നു. ശരി അവൻ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്, എന്തായാലും നിങ്ങൾ സംസാരിക്കുക, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ജിയാങ് അവിടെ നിന്ന് പോവാണ്. ഇതേ ടീം ചുവാനായിട്ട് സൂലിയോട് ഉള്ളിലുള്ള ഇഷ്ടം തുറന്നു പറയാന്ന് വിചാരിച്ച് സംസാരിച്ച് തുടങ്ങുന്നുണ്ടെങ്കിലും വീണ്ടും പറഞ്ഞു തുടങ്ങുമ്പോൾ അവൻ ആ 1% മാച്ചിന്റെ കാര്യമാണ് ആദ്യമേ എടുത്തിടുന്നത്. അത് കേട്ട് അവൾ അപ്സെറ്റ് ആയി അവിടെ നിന്ന് ബാക്കി കേൾക്കാൻ നിൽക്കാതെ പോകുന്നുണ്ട്. ഇവനാകട്ടെ അവളെ ഇഷ്ടമാണ്, അത് പറയണമെന്നുണ്ട്. പക്ഷെ ഇവർക്കിടയിൽ 1% മാച്ചല്ലേ ഉള്ളൂ, അത് എന്തുകൊണ്ട് അങ്ങനെയായി, അതിനപ്പോ കുറച്ചുകൂടെ നല്ലൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം, അത് അവൾക്ക് ഗിഫ്റ്റായി നൽകണം എന്നൊക്കെയാണ് അവൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. പക്ഷെ അതങ്ങോട്ട് പറയാനുള്ള സാവകാശം കിട്ടിയില്ല. ഇതിന്റെ ഇടയിൽ ഡൂലയുടെ ഓഫീസിൽ ഒരു വോയിസ് റെക്കോർഡർ വെച്ച് അവിടെ നടക്കുന്ന സംഭാഷണങ്ങൾ ചോർത്താനായി ജിയാങ് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അത് സിൻ കാണുന്നുണ്ടായിരുന്നു. എന്തോ പരിപാടി ജിയാങ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന സിൻ അവൾ അതുമൂലം അപകടത്തിലാവരുതെന്ന് കണ്ട് അവളോട് ഒന്ന് സൂക്ഷിക്കുക, എന്തോ നീ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ അത് അപകടത്തിലേക്ക് നിന്നെ കൊണ്ടൊന്ന് എത്തിക്കരുത് എന്നൊരു താക്കീത് കൊടുക്കുന്നുണ്ട്. സിൻ ഇപ്പോ ജിയാങ്ങിനോട് ഭയങ്കര കാര്യമാണല്ലോ. എന്തായാലും ആ ഒരു വോയിസ് റെക്കോർഡർ വീട്ടിൽ ചെന്ന് കേൾക്കുന്ന ജിയാങ്ങിന് അതിൽ ഡൂലെ ലിൻ ജിയാങ്ങിന്റെ അച്ഛനെ പറ്റി പേര് പരാമർശിക്കുന്നത് മനസ്സിലാവുന്നുണ്ട്. കൂടുതലൊന്നും ഇല്ല, പേര് പറഞ്ഞ് എന്തോ പറയുന്നുണ്ട്. അപ്പൊ തന്നെ ആലോചിച്ച് നോക്കുമ്പോ അപ്പോ തന്റെ അച്ഛന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ടാണ് യുവാൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് ജിയാങ് മനസ്സിലാക്കുന്നു. ജിയാങ്ങിന്റെ അമ്മയ്ക്ക് യുവാൻ വാക്ക് കൊടുത്തുവെന്നും ജിയാങ്ങിന് അറിയില്ലായിരുന്നല്ലോ. കൂടാതെ അതിൽ ഡൂലെ യുവാനെ സഹായിക്കുന്നുണ്ടെന്നും കൂടി ഇപ്പോഴാണ് ജിയാങ്ങിന് വ്യക്തമാവുന്നത്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും യുവാൻ ആകട്ടെ ലിന്നിനെതിരെയുള്ള തെളിവുകൾ ലിൻഡയുടെ കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കി അത് ശേഖരിക്കാനായി ഒരു ശ്രമം നടത്തുന്നതിന്റെ ഭാഗമായി അവന് GE സെക്യൂരിറ്റീസിലേക്ക് കയറാനായി ഒരു ചാൻസ് കിട്ടുന്നു. ഡൂലെ ഇപ്പോ MHൽ കയറിയിരിക്കുന്ന കണക്ക് യുവാൻ അങ്ങനെ GE സെക്യൂരിറ്റീസിന്റെ ഭാഗമായി മാറുകയാണ്. MHല് ലിന്നിന്റെ പൊസിഷൻ എന്താണോ അതേ സ്ഥാനത്ത് GE സെക്യൂരിറ്റീസിലുള്ള ഒരു ഒഫീഷ്യലാണ്. യുവാനെ ഇപ്പോ അവൻ MHന്റെ ഭാഗമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ പെർഫോമൻസിലൊക്കെ അദ്ദേഹത്തിന് അവൻ MHൽ ഉണ്ടായിരുന്നപ്പോ തൊട്ട് വലിയ താല്പര്യമുള്ളതുകൊണ്ടും ഈ ഒരു ചാൻസിൽ GE സെക്യൂരിറ്റീസിലേക്ക് യുവാനെ ഒരു ഓപ്പർച്യൂണിറ്റി നൽകി കയറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ നടന്ന ശേഷമാണ് യുവാൻ ഇപ്പോൾ MHന്റെ ഭാഗമായി എന്ന കാര്യം ലിൻഡ അറിയുന്നത്. അവൾ ആകെ ഷോക്കാവുന്നുണ്ട്. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇനി ഒരു 3 എപ്പിസോഡ്സ്, അതായത് ഈ ഒരു ആഴ്ച തന്നെ നമ്മൾ ഈ ഒരു ഡ്രാമ കണ്ടു തീർക്കുന്നതായിരിക്കും. അതിനുശേഷം ഏത് ഡ്രാമയാണ്
എങ്ങനെയാണ് ഇടേണ്ടത് എന്ന പോളും കാര്യങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ചാനലിലായിരിക്കും ഇടുക. വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത എന്നാൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി വാട്സപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കാണാം. ബൈ.